നമ്മുടെ നാട്ടിലൊക്കെ തട്ടുകടയിൽ കിട്ടുന്ന റെഡ് കളറിലുള്ള മട്ടൻ ചോപ്സ് ഉണ്ടാക്കാം. ഇവിടെ കൂടുതലും മട്ടൻ കുറുമയായിട്ടും ചില്ലി പൗഡർ ഒന്നും ആഡ് ചെയ്തതാണ് ഉണ്ടാക്കാറ്. പക്ഷേ എനിക്ക് ഈ മട്ടൻ ചോപ്സ് ഭയങ്കര ഇഷ്ടമാണ്. ഇത് അപ്പത്തിൻ്റെയും ഒറോട്ടിയുടെയൊക്കെ കൂടെ ഒരു പെർഫെക്റ്റ് കോംബോ ആണ്. കരുനാഗപ്പള്ളിയിൽ ഭാരത് കഫേയിൽ കിട്ടുന്ന മട്ടൻ ചോപ്സിനോട് അടുത്ത് നിൽക്കുന്ന ഒരു മട്ടൻ ചോപ്സ് നമുക്ക് ഉണ്ടാക്കാം. ഓക്കെ, ആദ്യം ഒരു പ്രഷർ കുക്കറിലേക്ക് 1 കിലോ മട്ടൺ ക്ലീൻ ചെയ്ത് ആഡ് ചെയ്യുക. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ, കുറച്ച് ഉപ്പ്, 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1 ടീസ്പൂൺ കൊറിയാണ്ടർ പൗഡർ, ടർമറിക് പൗഡർ ഒരു പിഞ്ച്, കുറച്ച് ചുവന്നുള്ളി, കുറച്ചധികം കാന്താരി, കറി ലീവ്സും കുറച്ച് തൈരും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഗ്യാസിൽ ഫ്ലെയിം ഓൺ ചെയ്ത് ഒരു 3-4 വിസിൽ കേൾക്കുന്നത് വരെ ഇത് കുക്ക് ചെയ്യണം. എന്നിട്ട് ആദ്യത്തെ ഫ്ലെയിം അടിക്കുന്നത് വരെ ഞാൻ ഹൈ ഫ്ലെയിമിലായിരിക്കും കുക്കർ വെക്കുന്നത്. അതിനുശേഷം ഞാൻ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 3-4 വിസിൽ അടുപ്പിച്ചു. അങ്ങനെയാണ് ചെയ്യാറ്. അപ്പം കറക്റ്റ് വേവിൽ വെന്ത് കിട്ടും. ഇത് കുക്കാവുന്ന സമയം കൊണ്ട് നമുക്ക് വേറൊരു പാനിൽ ഇതിന് വേണ്ടിയിട്ടുള്ള ഗ്രേവി ഉണ്ടാക്കാം. ഒരു പാൻ എടുക്കുക, അതിലേക്ക് 1/2 കപ്പ് ഗ്രേറ്റഡ് കോക്കനട്ട്, ഒരു 3-4 ചുവന്നുള്ളി, കുറച്ച് പട്ട, കുറച്ച് പെപ്പർ കോൺസ്, 2-3 ഏലയ്ക്ക എന്നിവയിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക. അത്യാവശ്യം അങ്ങ് മൂക്കണ്ട ഒരു മീഡിയം പരുവത്തിലൊന്ന് ചുവന്ന് വന്നാൽ മതി. തേങ്ങ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ കൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ആക്കുക. എന്നിട്ടിത് തണുക്കുമ്പം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പോഴേക്കും നമ്മുടെ മട്ടൺ ഏകദേശം കുക്കായി വന്നിട്ടുണ്ടാവും. ഒരു മൺചട്ടി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് ഒന്ന് പൊട്ടിക്കുക. ഉലുവ മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് ഉണക്കമുളക്, ഏലയ്ക്ക, കറിവേപ്പില എന്നിവ ആഡ് ചെയ്തൊന്ന് ഇളക്കുക. ഇതിലേക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഇടുക. എന്നിട്ട് ഒരു സവാള കട്ട് ചെയ്തത് ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റിയെടുക്കുക. ഇതിലേക്ക് 2-3 കാന്താരി മുളകും ഒരു തക്കാളിയുടെ പേസ്റ്റും ആഡ് ചെയ്യുക. തക്കാളിയുടെ പ്യൂരി, അതായത് തക്കാളി മിക്സിയിലിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റുക. ആ ഒരു പച്ചമണം, വലിയ പച്ചമണം വരില്ല, കാരണം ഇത് ഓൾറെഡി നമ്മൾ റോസ്റ്റ് ചെയ്തതാണ്. എന്നാലും ഒന്ന് വഴറ്റുക. അതൊന്ന് വഴണ്ട് വരുമ്പോഴേക്കും നമ്മുടെ മട്ടൺ ആഡ് ചെയ്യുക. വെന്ത മട്ടൺ ഇതിലേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് ഗ്രേവി കുറവാണെന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് തിളപ്പിക്കുക. ഇതൊരു 5 to 10 മിനിറ്റ്സ് ലോ ഫ്ലെയിമിൽ കിടന്നൊന്ന് തിളയ്ക്കണം. എന്നാലേ ആ മട്ടൻ്റെയും ആ ഗ്രേവിയുടെയും കൂടെ ഫ്ലേവർ ഒന്ന് കമ്പൈൻ ചെയ്യത്തുള്ളൂ. ഒന്ന് തിളച്ച് കുറുകി വരുമ്പോഴേക്കും ഇതിലേക്ക് കുറച്ച് കറി ലീവ്സും കൊറിയാണ്ടർ ലീവ്സും ആഡ് ചെയ്ത് ഫിനിഷ് ചെയ്യുക. സോ നമ്മുടെ മട്ടൺ ചോപ്സ് റെഡി. നാളിന് ബ്രേക്ക്ഫാസ്റ്റിന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ. മട്ടൺ പ്രേമികൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും. സോ ഇറ്റ്സ് മീ ഫൗസിയ യൂസഫ് സൈനിങ് ഓഫ്.